സമാധിസ്ഥനായ പൂജനീയ ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികളുടെ ശ്രദ്ധാഞ്ജലി സമ്മേളനം തിരുവനന്തപുരം ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമത്തിൽ നടക്കുന്നു. ഇപ്പോൾ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുകയാണ്. തത്സമയം എന്നും നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടു കേരളത്തെ ഭ്രാന്താലയമെന്ന് വിവേകാനന്ദ സ്വാമികൾ എഴുതിയതിനെക്കുറിച്ച്. ആ ഭ്രാന്താലയ സമാനമായിരുന്ന സ്ഥലത്തെ തീർത്ഥാലയ സമാനമായൊരവസ്ഥയിലേക്ക് ഉയർത്തിയത് ആരാണ്? വേദജ്ഞന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരാണ്. അവിടെ നമുക്ക് തൈക്കാട്ടയ്യാവിനെയും ചട്ടമ്പിസ്വാമി തിരുവടികളെയും ശ്രീനാരായണ ഗുരുദേവനെയും ശുഭാനന്ദ ഗുരുദേവനെയും നിർമ്മലാനന്ദ സ്വാമികളെയും അങ്ങനെ സദാനന്ദ സ്വാമികളെയും ആ ഒരു പരമ്പര ആഗമാനന്ദ സ്വാമികളെയും മാറ്റി നിർത്തിയിട്ട് ഒരു തീർത്ഥാലയ സദൃശമായ അവസ്ഥയിലേക്കുള്ള ഉയർച്ച ചിന്തിക്കുക അസാധ്യമാണ്. അതാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. അല്ലാണ്ട് വിവേകാനന്ദ സ്വാമികൾ ഭ്രാന്താലയം എന്ന് വിളിച്ചു എന്നല്ല. അതുകൊണ്ടൊരു പ്രയോജനമില്ല. അത് ചിന്തിക്കുക. ആ ഒരു പരമ്പരയിൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള കർത്തവ്യം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ആ കർത്തവ്യത്തെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് സത്യാനന്ദ സരസ്വതി സ്വാമികൾ പ്രവർത്തിച്ചു. അതിനുശേഷം ബ്രഹ്മപാദാനന്ദ സ്വാമികൾ സ്നേഹത്തിൻ്റെയും സൗമ്യഭാവത്തിൻ്റെയും ഒരു നിത്യ സാന്നിധ്യമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും ഏതൊരു യോഗത്തിനും പറഞ്ഞ സമയത്തിന് സ്വാമിജിയുടെ സാന്നിധ്യം ഉണ്ടാകില്ല. ഇനി വരാൻ പോകുന്ന ധർമ്മ സന്ദേശയാത്രയുടെ കൂടിയാലോചനകളിലും എല്ലാത്തിലും സ്വാമിജി പങ്കെടുത്തു. എത്രമാത്രം കഷ്ടപ്പെട്ടു. അവസാനത്തെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇനിയിപ്പോൾ അധികം യോഗങ്ങളിലേക്കൊന്നും വയ്യ, പക്ഷേ സന്ദേശയാത്രയിൽ ഞാൻ ഉണ്ടാവും, മുഴുവൻ പങ്കെടുക്കൊന്നുമില്ല, പകുതിയിലധികമൊക്കെ എന്തായാലും ഞാൻ ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം ആ ബാഹ്യ സാന്നിധ്യമേ വിട്ടകന്നിട്ടുള്ളൂ. ആ സങ്കല്പം വിട്ടകന്നിട്ടില്ല. അതെന്നും നമ്മെ കൂടെ കൂടുതൽ കൂടുതൽ പ്രചോദനവും പ്രേരണയും നൽകിക്കൊണ്ട് മുന്നോട്ട് പോകും. ആ ശക്തികളെ മുഴുവൻ സമാവാഹിച്ച് സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ അതിവിപുലതയാർന്ന ഹൈന്ദവ നവോത്ഥാനത്തിനായിക്കൊണ്ടുള്ള സങ്കല്പങ്ങളും പ്രവർത്തനങ്ങളും അതിനെ ഉൾക്കൊണ്ട് തുടർന്ന് ഇങ്ങോട്ടുള്ള ഭൂതകാലത്തിൽ നിന്നുള്ള പാഠവും ഭാവിയിലേക്കുള്ള ശക്തമായ പ്രവർത്തനവും എല്ലാം സമാവാഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ പുതിയ ഭരണസമിതിക്ക് 100% സാധിക്കും എന്ന് നമ്മളൊക്കെ സങ്കല്പിക്കുകയാണ്. കാരണം അത്രയും നല്ല ഒരു നേതൃത്വമാണ് ഇവിടെ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത്. ശക്തിശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ മറ്റ് സ്വാമിജിയുടെ ശിഷ്യന്മാരെല്ലാവരും ഒത്തൊരുമിച്ച് മൊത്തം കേരളത്തിലെ, ഭാരതത്തിലെ, ലോകത്തിലെ സന്യാസിമാരുടെ അതുപോലെ മറ്റ് പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ സങ്കല്പങ്ങളെ ഏകീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനെ ഉറ്റുനോക്കുന്ന, പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു സമാജമാണ് ഇവിടെ ഒത്തുകൂടിയതും പുറമെ ഉള്ളതുമെല്ലാം. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാം. ആ ഒരു പ്രതിജ്ഞ ഓരോരുത്തരും ചെയ്തുകൊണ്ട് ബ്രഹ്മലീനനായ പരമപൂജനീയ ബ്രഹ്മപാദാനന്ദ സ്വാമികളുടെ ആ ഒരു സ്മൃതിയിൽ, ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു ചേർത്ത് പിടുത്തമുണ്ടല്ലോ, അത് വാക്കുകൊണ്ട് പറയാൻ പറ്റാത്തതാണ്. ആ സൗമ്യമായ ഓം നമോ നാരായണായ എന്നുള്ള ശബ്ദം അതിപ്പോൾ ഇങ്ങനെ കാതിൽ മുഴങ്ങുകയാണ്, വളരെ സൗമ്യമായ. അതിനു മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചുരുക്കുകയാണ്. നീട്ടി പറഞ്ഞാൽ തീരില്ല, അത്രക്കേറെ പറയാനുണ്ട്. ഇത് അതിനുള്ള സന്ദർഭമല്ല. അതുകൊണ്ട് പ്രണാമങ്ങൾ. ഓം നമോ നാരായണായ.
സമാധിസ്ഥനായ പൂജനീയ ബ്രഹ്മപാദാനന്ദ സരസ്വതി സ്വാമികളുടെ ശ്രദ്ധാഞ്ജലി സമ്മേളനം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വീണ്ടും